ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 116/22. ക്വസ്റ്റ്യൻ: മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത്. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് ചെർപ്പശ്ശേരി. ഓപ്ഷൻ ബി ചെർപ്പശ്ശേരി. താഴെ പറയുന്നവരിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? താഴെ പറയുന്നവരിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ. താഴെ പറയുന്നവരിൽ ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ പറയുന്നവരിൽ ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോർഡ് റിപ്പൺ. ലോർഡ് റിപ്പൺ. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ഡച്ചുകാർ. ഡച്ചുകാർ. 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയ. ഫിലാഡൽഫിയ. ആരാണ് നിയമങ്ങളുടെ ആത്മാവ് എന്ന പുസ്തകം എഴുതിയത്? ആരാണ് നിയമങ്ങളുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയത്? മോണ്ടെസ്ക്യൂ. മോണ്ടെസ്ക്യൂ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേര്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേര്? ബ്രസ്റ്റ് ലിറ്റോവസ്ക് ഉടമ്പടി. ബ്രസ്റ്റ് ലിറ്റോവസ്ക് ഉടമ്പടി. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. കാനിങ് പ്രഭു. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകമാണ് 1909 ഗാന്ധിജി എഴുതിയ പുസ്തകമാണ് ഗാന്ധിജി എഴുതിയ പുസ്തകം ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ്. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ്. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ് ടി കെ മാധവൻ. ടി കെ മാധവൻ. ചേരുംപടി ചേർക്കുക. പട്ടിക 1, പട്ടിക 2. ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺസ്. ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ വരുന്നത് നാലാമത്തെ ഡോൾഡ്രം. ഡോൾഡ്രം. വെസ്റ്റർലൈസ്. വെസ്റ്റർലൈസ് വരുന്നത് 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും അക്ഷാംശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഉയർന്ന ഉപ ഉഷ്ണമേഖല. ഉയർന്ന ഉപ ഉഷ്ണമേഖല. കുതിര അക്ഷാംശം. താഴ്ന്ന ഉപദ്രവം പോളാർ ഫ്രണ്ട്. താഴ്ന്ന ഉപദ്രവം പോളാർ ഫ്രണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി. കേരളത്തിലെ റോഡ് സാന്ദ്രത. കേരളത്തിലെ റോഡ് ആ ക്വസ്റ്റ്യൻ ഡെലീറ്റഡാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ടോപ്പോഷീറ്റിൽ ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങൾ കാണിക്കുന്നതിന് കറുപ്പ് നിറം ഉപയോഗിക്കുന്നു. ബി 1:50,000 സ്കെയിലുള്ള ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന ഒരു നിലവാരമുള്ള ട്രോപ്പോഗ്രാഫിക്കൽ മാപ്പാണ്. 3 സി പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ടോപ്പോഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നു. ഡി ടോപ്പോഷീറ്റിന്റെ സ്കെയിൽ 1:2,50,000 മുതൽ 1:25,000 വരെ വ്യത്യാസപ്പെടുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന എ, ഡി എന്നിവ തെറ്റാണ്. ബി, സി എന്നിവ ശരിയാണ്. ഓപ്ഷൻ എ. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. പുറന്തോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിന്റെ ഇടുങ്ങിയ മേഖലയെ മൊഹറോവിസ്ക് വിച്ഛേദനം എന്ന് വിളിക്കുന്നു. പുറന്തോട്, മുകളിലെ ആവരണം എന്നിവയെ ഒരുമിച്ച് അസ്റ്റനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന എ ശരിയാണ്. ബി
തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി. പ്രസ്താവന എ ശരിയാണ്, ബി തെറ്റാണ്. പട്ടികയിൽ താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പട്ടികയിൽ താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പട്ടിക 1, പട്ടിക 2. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. സിർക്കോണിയം കേരള തീരം. ഇന്ത്യയുടെ കോട്ടോണോപോളിസ്. ഇന്ത്യയുടെ കോട്ടോണോപോളിസ് മുംബൈ. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ട്രഷറി ബില്ലുകൾക്ക് ഏതാണ് ശരി? ഇന്ത്യയിലെ ട്രഷറി ബില്ലുകൾക്ക് ഏതാണ് ശരി? 1, സംസ്ഥാന സർക്കാരാണ് ട്രഷറി ബില്ലുകൾ നൽകുന്നത്. 2, കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡ് കുറവാണ്. 3, ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. 4, ബാങ്കുകൾ നിയമപരമായ ലിക്വിഡിറ്റി അനുപാതത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ട്രഷറി ബില്ലുകൾ യോഗ്യമല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയായത്. 2ഉം 3ഉം. പ്രസ്താവന 1 തെറ്റാണ്. ട്രഷറി ബില്ലുകൾ നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്, സംസ്ഥാന സർക്കാരല്ല. കേന്ദ്ര സർക്കാരാണ് ട്രഷറി ബില്ലുകൾ നൽകുന്നത്. പ്രസ്താവന 2 ശരിയാണ്. കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡിറ്റി ദ്രവ്യത്വം കുറവാണ്. കാരണം അവ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷമാണ് പണമാക്കി മാറ്റാൻ സാധിക്കുക. പ്രസ്താവന 3ഉം ശരിയാണ്. ഇന്ത്യയിൽ ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ. പ്രസ്താവന 4 തെറ്റാണ്. ബാങ്കുകൾക്ക് നിയമപരമായി ലിക്വിഡിറ്റി അനുപാതത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ട്രഷറി ബില്ലുകൾ യോഗ്യമാണ്. ബാങ്കുകൾക്ക് നിയമപരമായ ലിക്വിഡിറ്റി അനുപാതത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ട്രഷറി ബില്ലുകൾ യോഗ്യമാണ്. അതുകൊണ്ട് ശരിയായ പ്രസ്താവനകൾ 2ഉം 3ഉം മാത്രമാണ്. ആൻസർ ഓപ്ഷൻ ബി. ഫാക്ടർ ചെലവിൽ GDP എന്തിന് തുല്യമാണ്? ഫാക്ടർ ചെലവിൽ GDP എന്തിന് തുല്യമാണ്? വിപണി വിലയിലെ NNP പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം മൈനസ് അറ്റപരോക്ഷ നികുതി. ഓപ്ഷൻ ബി. വിപണി വിലയിലെ NNP പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം മൈനസ് അറ്റപരോക്ഷ നികുതി. അടുത്ത ക്വസ്റ്റ്യൻ, നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇത് നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. ഇത് നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തിഗത ഡിസ്പോസബിൾ വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? വ്യക്തിഗത ഡിസ്പോസബിൾ വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? 1, ഇതിൽ നിലനിർത്തിയ ലാഭം ഉൾപ്പെടുന്നു, ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഒഴിവാക്കുന്നു. 2, ഇതിൽ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഉൾപ്പെടുന്നു, എന്നാൽ വാടകയും പലിശയും ഒഴിവാക്കുന്നു. 3, ഇതിൽ വ്യക്തിഗത നികുതി ഉൾപ്പെടുന്നു, എന്നാൽ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഒഴിവാക്കുന്നു. 4, ഇത് വ്യക്തിഗത നികുതികൾ ഒഴിവാക്കുകയും ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. 1ഉം 2ഉം 3ഉം ശരിയല്ല. ആൻസർ എന്നത് ഓപ്ഷൻ സി. 1ഉം 2ഉം 3ഉം മാത്രം. ഒന്നാമത്തെ, ഇതിൽ നിലനിർത്തിയ ലാഭം ഉൾപ്പെടുന്നു, ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഒഴിവാക്കുന്നു. ഇത് ശരിയല്ല. നിലനിർത്തിയ ലാഭം വ്യക്തിഗത വരുമാനത്തിന്റെ ഭാഗമല്ല, ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഉൾപ്പെടുത്തുകയും വേണം. രണ്ടാമത്തെ, ഇതിൽ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഉൾപ്പെടുന്നു, എന്നാൽ വാടകയും പലിശയും ഒഴിവാക്കുന്നു. ഇതും ശരിയല്ല. വാടകയും പലിശയും വ്യക്തിഗത വരുമാനത്തിന്റെ ഭാഗമാണ്, അത് ഒഴിവാക്കരുത്. മൂന്നാമത്തത്, ഇതിൽ വ്യക്തിഗത നികുതി ഉൾപ്പെടുന്നു, എന്നാൽ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഒഴിവാക്കുന്നു. ഇത് ശരിയല്ല. വ്യക്തിഗത നികുതികൾ കുറയ്ക്കുകയാണ് വേണ്ടത്, ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഉൾപ്പെടുത്തുകയും വേണം. നാലാമത്തത്, ഇത് വ്യക്തിഗത നികുതികൾ ഒഴിവാക്കുകയും ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. അത് ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് സൗകര്യവുമായി ബന്ധപ്പെട്ട സ്വയംഭരണ ദ്രവ്യതയുമായി സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏവ? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് സൗകര്യവുമായി ബന്ധപ്പെട്ട സ്വയംഭരണ ദ്രവ്യതയുമായി സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏവ? 1, പണനയ നടപടികളില്ലാതെ വാണിജ്യ ബാങ്കുകളിലേക്ക് ഒഴുകുന്ന പണലഭ്യത. 2, RBIയിൽ നിന്ന് ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളിലേക്കുള്ള പോളിസി ഇൻഡ്യൂസസ്
ഫ്ലോകൾ ഇതിൽ ഉൾപ്പെടുന്നു. 3 കറൻസി അധികാരികൾ എന്ന നിലയിൽ സാധാരണ സെൻട്രൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. 4 മണി മാർക്കറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകളുടെ ആകെത്തുകയാണ് ഇത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം മാത്രം ശരിയല്ലാത്ത പ്രസ്താവനകൾ. സ്വയംഭരണ ദ്രവ്യത എന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ നടപടികളിൽ അല്ലാതെ വാണിജ്യ ബാങ്കുകളിലേക്ക് ഒഴുകുന്ന പണലഭ്യതയാണ്. പ്രസ്താവന 1 ശരിയാണ്. കറൻസി അധികാരികൾ എന്ന നിലയിൽ സാധാരണ സെൻട്രൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. പ്രസ്താവന 2 ശരിയാണ്. അപ്പോൾ ശരിയല്ലാത്തത് പ്രസ്താവന 3 ശരിയല്ല. പ്രസ്താവന 2 RBI നിന്ന് ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളിലേക്കുള്ള പോളിസി ഇൻഡ്യൂസസ് ഫ്ലോകൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നത് തെറ്റാണ്. പ്രസ്താവന 2 തെറ്റാണ്. പോളിസി ഇൻഡ്യൂസ്ഡ് ഫ്ലോകൾ LFന്റെ ഭാഗമാണ്, ALന്റെ ഭാഗമല്ല. പ്രസ്താവന 4 മണി മാർക്കറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകളുടെ ആകെത്തുകയാണ് ഇത് എന്നത് തെറ്റാണ്. അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവനകൾ എന്ന് പറയുന്നത് 2ഉം 4ഉം ആണ്. 2ഉം 4ഉം. കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര അധികാരങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര അധികാരങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. 2 യുദ്ധം, ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെയോ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിന്റെയോ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ബോധ്യപ്പെട്ട രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ്. ആൻസർ ഓപ്ഷൻ സി. 2ഉം ശരിയാണ്. 1ഉം 2ഉം മാത്രം. ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 7th. ഓപ്ഷൻ ബി 7th. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? 1 പാർലമെന്റിന്റെ നിയമപ്രകാരം NHRCയെ നിയമിച്ചിരിക്കുന്നത്. 2 ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനുള്ള ഉത്തരവാദിത്തം കമ്മീഷനാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു NHRC എക്സ് ഒഫീഷ്യോ അംഗമാണ്. ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് NHRC അംഗങ്ങളെ നിയമിക്കുന്നത്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി മാത്രമല്ല പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു ഉന്നതതല സമിതിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി NHRC അംഗങ്ങളെ നിയമിക്കുന്നത്. അതിനാൽ ആ പ്രസ്താവന തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 4 മാത്രം. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 42. 42ാമത്തെ 42 ആണ്. 42 ഓപ്ഷൻ എ. ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത് 1 എല്ലാ ഉൽപാദന മാർഗങ്ങളുടെയും ദേശസാൽക്കരണം, സ്വകാര്യ സ്വത്ത് നിർത്തലാക്കൽ. 2 സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. 2 മാത്രം സോഷ്യലിസം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത്? അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് UPSC. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് UPSC. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡ്. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡ്.
മാൻഡമസ്. മാൻഡമസ്. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം. ലോക്പാൽ. ലോക്പാൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? 54. 54. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര്. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര് സത്രിയ. സത്രിയ. ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? സമാധാനം, സമൃദ്ധി, പുരോഗതി. സമാധാനം, സമൃദ്ധി, പുരോഗതി. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏത്? MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏത്? 1995. 1995. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? പുന്നമടക്കായൽ. പുന്നമടക്കായൽ. കേരള മൗപ്പസന്റ് എന്നറിയപ്പെടുന്നത് ആര്? കേരള മൗപ്പസന്റ് എന്നറിയപ്പെടുന്നത് ആര്? തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ള. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ. കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റിന്റെ പേര്. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റിന്റെ പേര് പാരാലിമ്പിക് ഗെയിമുകൾ. പാരാലിമ്പിക് ഗെയിമുകൾ. ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ്. ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. ആമസോൺ കിൻഡിൽ പോലുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ആമസോൺ കിൻഡിലിൽ പോലുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇ ഇങ്ക്. ഇ ഇങ്ക്. ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനം. ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. പ്രോസസർ മാനേജ്മെന്റ്. പ്രോസസർ മാനേജ്മെന്റ്. ഡാഷ് ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാനാകും. ഡാഷ് ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാനാകും. ഗേറ്റ്വേ. ഗേറ്റ്വേ. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഹൈപ്പർ ടെക്സ്റ്റ്. ഹൈപ്പർ ടെക്സ്റ്റ്. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഫിഷിംഗ്. ഫിഷിംഗ്. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ പ്രഫുല്ല ചന്ദ്ര റായ്. പ്രഫുല്ല ചന്ദ്ര റായ്. ഡാഷ് ISROയുടെ വിപണന വിഭാഗമാണ്. അത് ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾക്ക് വിപണനം ചെയ്യുന്നു. ഡാഷ് ISROയുടെ വിപണന വിഭാഗമാണ്. അത് ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾക്ക് വിപണനം ചെയ്യുന്നു. ആൻഡ്രിക്സ്. ഓപ്ഷൻ ബി. ആൻഡ്രിക്സ്. താഴെ പറയുന്നതിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ് അല്ലാത്തത്. താഴെ പറയുന്നതിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ് അല്ലാത്തത് പ്രകൃതിവാതക ഊർജം. പ്രകൃതിവാതക ഊർജം. ഹരിതഗൃഹവാതക ഉദ്യമനത്തിന് പ്രധാന പങ്ക് ഡാഷ് ആണ്. ഹരിതഗൃഹവാതക ഉദ്യമനത്തിന് പ്രധാന പങ്ക് ഡാഷ് ആണ്.
കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ പറയുന്നവയിൽ സുസ്ഥിര വികസനത്തിന്റെ പ്രധാന ഘടകമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ സുസ്ഥിര വികസനത്തിന്റെ പ്രധാന ഘടകം അല്ലാത്തത് ഏത്? കാലാവസ്ഥാ വ്യതിയാനം. 1+2+3+95നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്ര? 3. രവി ദിവസവും 5/2/3 മണിക്കൂർ പഠിക്കുന്നു. ശാസ്ത്രത്തിനും ഗണിതത്തിനും വേണ്ടി അവൻ തന്റെ സമയത്തിന്റെ 2/4/5 മണിക്കൂർ നീക്കിവെക്കുന്നു. മറ്റ് വിഷയങ്ങൾക്കായി അവൻ എത്ര സമയം ചെലവഴിക്കുന്നു? 2/13/15 മണിക്കൂർ. റഹീമിന്റെ വരുമാനത്തേക്കാൾ 20% കുറവാണ് രാജുവിന്റെ വരുമാനം. രാജുവിന്റെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? 25. 2 വർഷത്തേക്ക് ഒരു നിശ്ചിത തുകയുടെ 4% കൂട്ടുപലിശ 2448 ആണെങ്കിൽ അതേ കാലയളവിലെ അതേ നിരക്കിലുള്ള അതേ തുകയുടെ ലളിതമായ പലിശ 2400 രൂപ. 15/18 x/6 10/y z/30 ആണെങ്കിൽ x + y + z ന്റെ മൂല്യം എത്രയാണ്? 42. 600 കിലോമീറ്റർ പറക്കുന്നതിനിടെ മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനത്തിന്റെ വേഗത കുറഞ്ഞു. യാത്രയ്ക്കുള്ള അതിന്റെ ശരാശരി വേഗത മണിക്കൂറിൽ 200 കിലോമീറ്റർ കുറയുകയും ഫ്ലൈറ്റിന്റെ സമയം 30 മിനിറ്റ് വർദ്ധിക്കുകയും ചെയ്തു. വിമാനത്തിന്റെ ദൈർഘ്യം ഡാഷ് ആണ്? 1 മണിക്കൂർ. ഒരു ക്ലാസ്സിലെ 14 വിദ്യാർത്ഥികളുടെ ഭാരത്തിന്റെ ഗണിത ശരാശരി 42 കിലോഗ്രാംസ് ആണ്. അധ്യാപകന്റെ ഭാരവും കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി ഭാരം 600 ഗ്രാമായി വർദ്ധിക്കും. അപ്പോൾ അധ്യാപകന്റെ ഭാരം 51 കിലോഗ്രാംസ്. എല്ലാ രണ്ട് അക്കസംഖ്യയുടെയും ആകെ തുകയെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശേഷിക്കുന്നത് 5 ആണെങ്കിൽ ഏത് സംഖ്യ ഇതിന് തുല്യമായിരിക്കും? 702. f എന്നത് f × x + y = fx fy. എല്ലാ x y n-നും f1 3 sum of n x - 1 f of x = 120 എന്നിങ്ങനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ n ന്റെ മൂല്യം. 51ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 4. 4x - 1 × 0.5 3 - 2x = 1/8x ആണെങ്കിൽ x ന്റെ മൂല്യം 5/7. 2 × 4 + 4 × 6 + 6 × 8 എന്ന പരമ്പരയുടെ 20ാം പദം ഡാഷ് ആണ്? ഓപ്ഷൻ എ 1680. y ≠ 0 62ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 8. സെഞ്ചുറി എന്നതിന് AGL BSTW എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. സച്ചിന്റെ കോഡ് എന്താണ്? 63ന്റെ ആൻസർ വരുന്നത് സി ആണ്, QCA JGP. താഴെ പറയുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ സി NORGAE. 2 കാറുകൾ ഒരു പ്രധാന റോഡിന്റെ എതിർ സ്ഥലങ്ങളിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ നിന്ന് ആരംഭിക്കുന്നു. ആദ്യത്തെ കാർ 25 കിലോമീറ്റർ ഓടുന്നു, വലത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ ഓടുന്നു, പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും 25 കിലോമീറ്റർ ഓടുകയും പിന്നീട് ദിശ തിരിച്ച് പ്രധാന റോഡിലെത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഒരു ചെറിയ തകരാറ് മൂലം മറ്റേ കാർ പ്രധാന റോഡിലൂടെ 35 കിലോമീറ്റർ മാത്രം ഓടി. ഈ സമയത്ത് 2 കാറുകളും തമ്മിലുള്ള ദൂരം എത്രയായിരിക്കും? ഓപ്ഷൻ ഡി 65 കിലോമീറ്റർ. ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ ഇനി 350 ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസം എന്തായിരിക്കും? ശനിയാഴ്ച. ഓപ്ഷൻ എ. താഴെ തന്നിട്ടുള്ള ശ്രേണിയിലെ ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്ത് എന്ത് വരും? 35, 210, 1080, 4200, (?) ഓപ്ഷൻ ബി 12600. രാവിലെ 5 മണിക്ക് ഒരു ക്ലോക്ക് സജ്ജീകരിക്കുന്നു. ക്ലോക്കിന് 24 മണിക്കൂറിനുള്ളിൽ 16 മിനിറ്റ് നഷ്ടപ്പെടുന്നു. 4ാമത്തെ ദിവസം രാത്രി 10 മണി എന്ന ക്ലോക്ക് സൂചിപ്പിക്കുമ്പോൾ യഥാർത്ഥ സമയം എന്തായിരിക്കും? 11 PM. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 300 ഡിഗ്രി ചലിച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി ചലിച്ചു? 25 ഡിഗ്രി. 2 സംഖ്യകളുടെ വ്യത്യാസം 1365 ആണ്. വലിയ സംഖ്യയെ ചെറിയതുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 6 ഘടകമായും 15 ശിഷ്ടമായും ലഭിക്കും. ചെറിയ സംഖ്യ ഏതാണ്? 270.
uses the right gerund. His dash early in the morning helped him score well. Rising. Option C. Rising. Select the phrase from the sentence that contains an infinitive. She went to the store to get some bread. Option A. To get. Choose the correct form of the auxiliary verb that agrees with the subject. The information provided to you dash wrong. Option B. Was wrong. Choose the right preposition. Choose the right preposition. I am good dash lawn tennis. Option C. At lawn tennis. Choose an option that expresses the sentences in transformed voice, active or passive. He is writing the book. He is writing the book. Option B. The book is being written by him. Complete the sentence using the right phrasal verb. The meeting has been put dash till tomorrow, meaning postpone. Option B. Off, put off. Replace the underlined text with the correct idiom or phrases given in the option. The police officer left no stone unturned in his search for the serial killer. Option D. Try every possible way. Try every possible way. Choose the correct degree of comparison for the given sentence. Delhi is bad than Mumbai in terms of pollution. Option D. Delhi is worse than Mumbai in terms of pollution. Choose the best one-word substitute for the underlined phrase in the sentence. We have bought a new sewing machine that can easily be carried anywhere. Option B. Portable. From the given option, choose the option that is the most opposite in the meaning to the underlined word. The word must realize the futility of wars. Option C. Usefulness. From the given option, choose the option that is nearest in the meaning to the underlined word. The woman's husband tends to vitriolate her when he drinks. Answer വരുന്നത് ഓപ്ഷൻ ബി ആണ്, abuse. Fill in the blanks with the appropriate words given in the option so that the sentence appears to be in the correct form of tense. The flight dashed before we reach the airport. Option A. Will have taken off. Will have taken off. Which of the following is correctly spelled? Which of the following is correctly spelled? Option B. Choose an appropriate question tag and fill in the blank. He is never late for the classes. Dash question mark. Option D. Option D. Is he? Choose the appropriate feminine form of horse from the following options. Answer option C. Mare. Fill in the blank with the appropriate collective noun. The farmer moved his dash of cows to higher ground to avoid the flood. Option D. Herd. Choose the most appropriate form of indirect speech of the following sentence. He said, "Oh, it's a bad weather. I can't drive. I can't drive." Answer option C. He exclaimed with sorrow that it was a bad weather and he could not drive. Choose the most appropriate word to fill in the blank. That those tablets are really dash. My headache is much better now. Option B. Effective. My headache is much better now. Choose the correct meaning of the foreign words and phrases out of the four options by media. Option D. Middle course. Choose the appropriate option to fill in the blank. Can you speak dash Spanish? No article. Can you speak Spanish? Oh, no article. Option D. താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഓപ്ഷൻ എ അധ്യാപകർ. നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക. നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ഡി നിൻ പ്ലസ് കൾ. അതിഥിയെ സ്വീകരിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന പദം ഏത്? ആതിഥേയൻ. ഓപ്ഷൻ ഡി. ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം കണ്ടെത്തുക. ഖണ്ഡാകാരം. ഓപ്ഷൻ ബി ഖണ്ഡാകാരം. താഴെ തന്നിരിക്കുന്നതിൽ പുഞ്ച എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക.
നഞ്ച, പുഞ്ച, നഞ്ച. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദമല്ലാത്തത് ഏത്? സ്ത്രീലിംഗ പദം അല്ലാത്തത് തപസ്സി. ജംഗമം എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് കണ്ടെത്തുക. പര്യായമല്ലാത്തത് ഓപ്ഷൻ എ ദത്തം. ഘടകപദം ചേർത്തെഴുതുക. ഘടകപദം ചേർത്തെഴുതുക. നാടകം വാചിക പ്രധാനമാണ്, കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. ഓപ്ഷൻ ബി നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. നടക്കാൻ പ്രയാസമുള്ള വഴി ഒറ്റപ്പദം എഴുതുക. ദുർഗപദം. ഓപ്ഷൻ ഡി. പ്രസ്താവം, പ്രസ്ഥാനം എന്നിവയുടെ അർത്ഥം. ഓപ്ഷൻ സി ആണ്. പറച്ചിൽ, യാത്ര, കേൾവി, പ്രയോഗം, പിറവി, ഒഴുക്ക്, ആരംഭം, പുറപ്പാട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 ഉം 4 ഉം ശരിയാണ്. 1 ഉം 4 ഉം ശരിയാണ്. താങ്ക് യു.